നവകേരള സദസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ പൊതുപ്രവർത്തകന് കിട്ടിയത് മുട്ടൻ പണി. ചെതലയം സ്വദേശിയായ തോട്ടക്കര കുഞ്ഞുമുഹമ്മദിനാണ് കേരളം മുഴുവൻ യാത്ര ചെയ്യാനുള്ള പണി കിട്ടിയത്. നവകേരള സദസ്സിന്റെ ചിലവ്, പൊതുമുതൽ നശിപ്പിച്ചതിന്റെ കണക്ക്, രജിസ്റ്റർ ചെയ്ത കേസുകൾ എന്നിവയെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ. ഞാൻ കഴിഞ്ഞ മാസം കേരള ചീഫ് സെക്രട്ടറിക്ക് ഒരു വിവരാവകാശം കൊടുത്തു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്ര രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്, അതായത് വാഹനത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തടക്കം എത്ര രൂപ ചെലവ് വന്നു, ഇതുമായി ബന്ധപ്പെട്ട് എത്ര പൊതുമുതൽ സമരം നടത്തിയ വകയിൽ എത്ര പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്, അതേമാതിരി ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയ എത്ര ആളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചത്. അതിന് എനിക്ക് ചീഫ് സെക്രട്ടറി അവിടെ അത് ലഭ്യമല്ല, അതുകൊണ്ട് കേസിൻ്റെ കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അവിടേക്ക് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആഭ്യന്തര വകുപ്പിൽ നിന്ന് എനിക്ക് മറുപടി കിട്ടി, അവിടെ ഇല്ല, അത് DGP ഓഫീസ് DGP ഓഫീസിലേക്ക് വിട്ടിട്ടുണ്ട്, പോലീസ് മേധാവിൻ്റെ സംസ്ഥാന മേധാവിൻ്റെ ഓഫീസിലേക്ക് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോലീസ് മേധാവിൻ്റെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നു അത് 14 ജില്ലയിലെ പോലീസ് മേധാവികൾ എടുത്തു പോയാൽ കിട്ടുന്നു. ഇവ അവർ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മൊത്തം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എടുക്കാനാണ് പറയുന്നത്. പക്ഷേ പറയും, അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, വരുന്നത് അതാണ്. ഞാൻ ഈ വിവരാവകാശം കൊടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഇനിയിപ്പോൾ എവിടെയൊക്കെ പോകണം, എനിക്ക് ഈ വിവരാവകാശം കിട്ടണം, ഇതെനിക്ക് അറിയേണ്ട അവകാശമില്ല. ഇതാണ് എത്ര രൂപ ചെലവ് വന്നേക്കണമെന്ന്, ഇതെന്തിനാണ് ഒളിച്ചു നോക്കണേ? അപ്പോൾ എനിക്കിത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് പരാതി നൽകുകയാണ്. ഇതിന് വന്ന ചെലവും ഇതിൻ്റെ വന്ന കേസും ഇതിന് വന്നിരിക്കുന്ന പൊതുമുതൽ നഷ്ടപ്പെട്ടത് എത്രയെന്നുള്ള വിവരം കിട്ടണം. ഇതാണ് ഇപ്പോൾ വിവരാവകാശം കൊടുത്താൽ കിട്ടുന്ന അനുഭവം. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ പരാതി കൊടുക്കാൻ പോവുകയാണ്. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ബത്തേരി.